നിപ്പ സമ്പർക്ക പട്ടികയിൽ 345 പേർ ഉൾപ്പെട്ടിട്ടുള്ളതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. മലപ്പുറത്ത് 211 പേരും പാലക്കാട് 91 പേരും കോഴിക്കോട് 43 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അതേസമയം പാലക്കാട് നിപ്പ സ്ഥിരീകരിച്ച രോഗിയുടെ റൂട്ട് മാപ്പ് പുറത്തിറക്കി. വിഷ്ണുപ്രകാശ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ആശങ്കയുടെ ഒരു സാഹചര്യമാണോ? പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? കൃത്യമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പാലക്കാട് ജില്ലയിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇന്നിപ്പോൾ പാലക്കാട് ജില്ലയിലുള്ള 6 വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡും അതുപോലെ തന്നെ തച്ചനാട്ടുകര പഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകളുമാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടേക്കുള്ള യാത്രകൾ പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ വാർഡിൽ കഴിയുന്നവർ മാസ്ക് ധരിക്കണമെന്ന അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഈ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ മാത്രമാണ് ഇവിടെ കടകൾ അടക്കമുള്ള കാര്യങ്ങൾ തുറന്ന് പ്രവർത്തിക്കാവൂ എന്ന നിർദ്ദേശവും ഇപ്പോൾ പാലക്കാട് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോട് കൂടിയാണ് ഈ നിപ്പ സ്ഥിരീകരിച്ച രോഗിയുടെ റൂട്ട് മാപ്പ് പുറത്തു വന്നിട്ടുള്ളത്. ഇവർ 25-ാം തീയതിയാണ് ഈ രോഗലക്ഷണങ്ങൾ ആദ്യമായി കാണിക്കുന്നത്. തുടർന്ന് 26-ാം തീയതി പാലോട് മെഡിക്കൽ സെന്ററിൽ എത്തുകയും പിറ്റേ ദിവസം അവിടെ എത്തി രക്തപരിശോധന നടത്തുകയും പിന്നീട് പരിസരത്ത് തന്നെയുള്ള ഇസാഫ് പോളിക്ലിനിക്കിൽ 28-ാം തീയതി ഒരു ചികിത്സയുടെ ഭാഗമായി എത്തിയിരുന്നു. പിന്നീടാണ് 21-ാം തീയതി ഇപ്പോൾ ചികിത്സയിലുള്ള ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് എത്തുന്നത്. ഈ സഞ്ചരിച്ച മേഖലയിലെല്ലാം ഇവർ സ്വന്തം വാഹനത്തിൽ തന്നെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. 59 പേരാണ് പ്രാഥമികമായി ഇവരുമായി സമ്പർക്ക പട്ടികയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതിൽ തന്നെ എല്ലാവർക്കും ഇപ്പോൾ രോഗലക്ഷണം ഇല്ല എന്നുള്ളൊരു കാര്യവും ഈ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും പരിഭ്രാന്തിപ്പെടാതെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് പാലക്കാട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഈ വിഷ്ണുപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്.